ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഒരു സ്പെഷ്യൽ ഡേ ആണ്. ഞങ്ങൾ ഇന്ന് ലണ്ടൻ പോവാണ്. ഇന്ന് അവിടുത്തെ കുറച്ച് പരിപാടികളൊക്കെ ആയിട്ട് ഇന്ന് നമ്മൾ ലണ്ടൻ പോവാണ്. അപ്പോൾ അതാണ് ഇന്നത്തെ മെയിൻ ബ്ലോഗ്. നമ്മളിന്നിപ്പോൾ 3-4 അട്രാക്ഷൻസിലാണ് പോകുന്നത്. 1 നമ്മൾ വാക്സ് മ്യൂസിയത്തിൽ പോകുന്നുണ്ട്, 2 നമ്മൾ അക്യൂറിയത്തിൽ പോകുന്നുണ്ട്, 3 നമ്മൾ ലണ്ടനിൽ പോകുന്നുണ്ട്. അങ്ങനെ കുറച്ച് പ്ലേസുകളൊക്കെ നമ്മൾ പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്യാം. ഓക്കേ, അങ്ങനെ നമ്മൾ ലണ്ടൻ എത്തിയേക്കാണ്. ഇനി നമ്മൾ ഇവിടെ നിന്ന് വാക്സ് മ്യൂസിയത്തിലേക്കാണ് ആദ്യം പോകുന്നത്. നമ്മുടെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 5 മണിക്കൂറോളം യാത്രയുണ്ട്. നമ്മൾ പല സ്ഥലങ്ങളിൽ നിർത്തി സർവീസിലൊക്കെ കയറിയിട്ടാണ് പോകുന്നത്. ഇനി നമ്മൾ ട്രെയിനിൽ കയറി നമ്മുടെ സ്ഥലത്തേക്ക് പോകാം. അപ്പോൾ ഏകദേശം എത്ര മണിയായി? 9:30 ആയി. നമുക്ക് അവിടെ 10 മണിയാകുമ്പോഴേക്ക് എത്തണം. അപ്പോൾ ശരി, നമുക്ക് പോകാം. കമ്മോൺ. വീട്ടിൽ നിന്ന് ഒരു 5:30 മണിയായപ്പോഴേക്കും ഇറങ്ങി. അതുകൊണ്ടാണ് കറക്റ്റ് സമയത്ത് നമ്മൾ ഇവിടെ എത്തിയത്. മാത്രമല്ല, നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഐമൂസിൻ്റെ ആദ്യത്തെ ട്രെയിൻ ട്രിപ്പായിരുന്നത്. അവന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട. അവന് അവിടെ കാഴ്ചകൾ കണ്ട് ചിരിയും കളിയൊക്കെ ആയിരുന്നു. പുള്ളിക്കാരൻ നല്ല ഹാപ്പി ആയിരുന്നു. നമ്മളിപ്പോൾ ട്രെയിൻ ഇറങ്ങിയുള്ളൂ. ഇനിയിപ്പോൾ നമ്മൾ എവിടേക്കാ? നമ്മൾ വാക്സ് മ്യൂസിയത്തിലേക്ക് പോകണം. 2 മിനിറ്റ് വാക്കാണ് ഇവിടെ നിന്ന് കാണിക്കുന്നത്. നമുക്കിനി അങ്ങോട്ട് പോവാം. നമ്മളവിടെ എത്തിയിട്ടാ. പക്ഷേ ഞാൻ ഇത്രയും നേരം വാക്സ് മ്യൂസിയം എന്ന് പറയണല്ലാണ്ട് ഇതിൻ്റെ ഒറിജിനൽ പേര് ഞാൻ പറഞ്ഞിട്ടില്ല. ഇതിൻ്റെ പേരാണ് മാഡം ടുസോർസ്. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേയേറെ ഫിഗേഴ്സ് ഇവിടെ വാക്സ് വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് കൂടുതലും സെലിബ്രിറ്റീസ്, വെൽ നോൺ ഫേസസ്, അവരുടെയൊക്കെ നമുക്ക് ഇഷ്ടം പോലെ വാക്സ് വെച്ചിട്ട് ഉണ്ടാക്കിയേക്കണം അവരുടെ രൂപങ്ങൾ കാണാൻ പറ്റും. ബ്യൂട്ടിഫുൾ ആയിട്ടാണല്ലേ എല്ലാവരെയും ഇങ്ങനെ മെഴുകി വെച്ചുണ്ടാക്കിയേക്കണേ. ഞാൻ എല്ലാവരുടെ അടുത്തും പോയി ഓടി നടന്ന് ഫോട്ടോ എടുക്കുകയായിരുന്നു. പക്ഷേ എന്താ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ വാക്സ് ആണോ ഒറിജിനൽ ആൾക്കാരാണോ എന്ന് മനസ്സിലാവില്ല. കാരണം ഇവരുടെ ഇടയിലാണ് ഓരോരുത്തരും ഉണ്ടാക്കി വെച്ചേക്കണം. നമുക്ക് പിന്നെ ഭയങ്കര ഹാപ്പി ആയി തോന്നിയത് നമ്മുടെ ആൾക്കാരെ കണ്ടപ്പോഴാണ്. അതായത് അമിതാഭ് ബച്ചനെയും രൺവീർ സിങ്ങിനെയൊക്കെ കണ്ടപ്പോഴേക്കും നമുക്ക് ഭയങ്കര സന്തോഷം. ഷാറുഖ് ഖാനെ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും ഇങ്ങനെയെങ്കിലും കാണാൻ പറ്റുമല്ലോ. അങ്ങനെ ഞാൻ ഷാറുഖ് ഖാൻ്റെ അടുത്ത് കുറച്ച് വർത്താനൊക്കെ പറഞ്ഞ്, പിന്നെ ഈ ചേച്ചീൻ്റെ മുടിയൊക്കെ കുറച്ച് ശരിയാക്കാണ്ടായിരുന്നു. മുടിയും ഡ്രസ്സൊക്കെ ഞാനൊന്ന് ശരിയാക്കിയൊക്കെ കൊടുത്ത്. കാരണം മോശമല്ലേ ആൾക്കാർ കാണുമ്പോൾ, അതുകൊണ്ട് ഞാൻ അങ്ങനെ ശരിയാക്കിയൊക്കെ കൊടുത്ത്. പിന്നെ ചില ആൾക്കാരൊന്നും എനിക്കറിയില്ലായിരുന്നു സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇവരൊക്കെ ആരാന്ന് എനിക്കറിയില്ല. പക്ഷേ എല്ലാവരെയും കാണാൻ നല്ല രസമുണ്ടായതുകൊണ്ട് എല്ലാവരുടെ അടുത്തും പോയി ഫോട്ടോ എടുത്തു. എന്ത് രസമല്ലേ എല്ലാം ഞാൻ കാണാനായിട്ട്. പിന്നെ ഞാൻ കത്രീന കൈഫിനെ കണ്ടു. പുള്ളിക്കാരുടെ ഒപ്പം നിന്ന് അതേപോലെ പോസൊക്കെ ചെയ്തു. ഇതെന്താണ് എനിക്ക് മനസ്സിലായത്, ഡയറക്ടർ എന്തോ ഷൂട്ട് ചെയ്യാന്ന് തോന്നുന്നു. പിന്നെ കണ്ടോ നമ്മുടെ ഹൃത്തിക് റോഷൻ. ഞാനിങ്ങനെ പണ്ടൊക്കെ കണ്ടിട്ടുണ്ട് ഈ സെലിബ്രിറ്റീസ് ഇവരുടെ സ്കൾപ്ചേഴ്സിൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ ഫോട്ടോ ഒക്കെ എടുക്കുന്ന വീഡിയോസും പോസ്റ്റൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അന്നൊക്കെ ഞാൻ വിചാരിക്കുമായിരുന്നു നമുക്കൊക്കെ ഇങ്ങനെ കാണാൻ പറ്റുമോ, പോകാൻ പറ്റുമോ, അങ്ങനെയൊക്കെ ഞാനിങ്ങനെ പണ്ട് ചിന്തിച്ചിരുന്നു. പക്ഷേ ഒരു സഹായം കൊണ്ട് ഇപ്പോൾ ഞാൻ 3 വർഷമായിട്ട് ലണ്ടനിലുണ്ട്. അൽഹംദുലില്ലാ. ഇപ്പം ഞാൻ ഇതൊക്കെ ഞാൻ തന്നെ നേരിട്ട് കണ്ടു. സന്തോഷം, ഭയങ്കര ഒരു അടിപൊളി സംഭവമായിരുന്നു ഈ ഒക്കെ സമയങ്ങളിൽ. ഞാൻ എൻ്റെ മനസ്സിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങളാണ് ഇപ്പോൾ ഒക്കെ നടക്കുന്നത്. ഇതാണ് നമ്മുടെ ക്യൂൻ എലിസബത്ത്. പുള്ളിക്കാരിയുടെ റോയൽ ഫാമിലികളൊക്കെയാണ് ഈ അടുത്തായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഐമൂസിന് അവിടെ നിലത്തിറക്കിയിട്ട് അവന് ഓടി നടക്കണം, അതാണ് അവൻ്റെ ആഗ്രഹം. പിന്നെ ഞാനിവിടെയൊക്കെ പോയി ഓരോരുത്തരുടെ അടുത്തൊക്കെ പോയി ഇങ്ങനെ നിൽക്കുക. ഇതാണ് പഴയ ടെലിഫോൺ ബൂത്തുകൾ. ഇത് ഭംഗിയല്ലേ, ഡയാന രാജകുമാരി, അങ്ങനെ കുറേ സ്കൾപ്ചേഴ്സ് നമ്മളിങ്ങനെ കണ്ടു. എന്ത് ഭംഗിയാണ്, എന്ത് രസമാണ് കാണാനായിട്ട്. ഇവരൊന്നും നമുക്ക് നേരിട്ട് കാണാൻ പറ്റില്ല, ഇങ്ങനെയെങ്കിലും കാണാൻ പറ്റുമല്ലോ എന്നുള്ള ഇതായിരുന്നു. പിന്നെ നമ്മൾ പോയത് ഒരു ഡാർക്ക് സൈഡാണ്.
അതായത് ഇംഗ്ലണ്ടിൽ തന്നെ അല്ലെങ്കിൽ യു കെയിലുണ്ടായ സീരിയൽ കില്ലേഴ്സിൻ്റെയും അവർക്കുണ്ടായ ബാഡ് എക്സ്പീരിയൻസിൻ്റെയും ഒക്കെ ഉള്ള ഒരു ടെറിഫയിങ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിനി കാണാൻ പോണത്. അതായത് ഓരോ സീരിയൽ കില്ലേഴ്സിൻ്റെയൊക്കെ സ്കൾപ്ചേഴ്സാണ് ഇത് ഉണ്ടാക്കി വെച്ചേക്കുന്നത്. ഇതൊരാൾ സീരിയൽ കില്ലറാണ്. ഇയാൾ എല്ലാവരെയും കൊല്ലുമായിരുന്നു. Rip the lady's ears off. I'll keep my word. You ripped her. ഈ പുള്ളിക്കാരിയും ഒരു സീരിയൽ കില്ലർ ആയിരുന്നേ. ഞാൻ ആലോചിക്കുന്നത് ഈ ലോകത്ത് നടന്ന ഒരു കാര്യമല്ലേ, ഇവരൊക്കെ ശരിക്കും ഓരോരുത്തരെ കൊല്ലണ ആൾക്കാരായിരുന്നു. അവരുടെയൊക്കെ എങ്ങനെയായിരിക്കുമല്ലേ എന്നിങ്ങനെ മനസ്സിലൊരു പേടി ഒക്കെ വന്നു. ഇങ്ങനെ തല അരിഞ്ഞു വെക്കുക അങ്ങനെയൊക്കെ. അത് കഴിഞ്ഞ് നമ്മൾ പോയത് ഇംഗ്ലണ്ടിൽ തന്നെ ഫുൾ ഹിസ്റ്ററി പറയുന്ന ഒരു കാറിലാണ്. അതിൽ നമ്മൾ ഇരുന്നിട്ടുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും നമുക്കിങ്ങനെ കാണാൻ പറ്റും. അവിടെ ഉണ്ടാകുന്ന സ്കൾപ്ചേഴ്സ് വെച്ചിട്ട് എല്ലാം ഉണ്ടാക്കി വെച്ചേക്കാണ് അവിടെ. നമ്മളിങ്ങനെ പോകുന്നു, എല്ലാം ഇങ്ങനെ കാണാൻ പറ്റുന്നു. നല്ലൊരു എന്തൊക്കെ പറയുക, മനസ്സിനൊരു കുളിർമ ഉണ്ടായിരുന്നു. നല്ല എല്ലാം ഇങ്ങനെ കണ്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഈ കാറിലൂടെ നമുക്ക് കിട്ടിയത്. നമ്മൾ കാറിൽ നിന്ന് ഇറങ്ങിയതും നേരെ കാണുന്നത് ഈ പുള്ളിക്കാരനെ. അതെ, മാർവൽ സീരീസിലെ ക്യാരക്ടേഴ്സ്. സ്പൈഡർമാൻ. നേരത്തെ നമ്മൾ ഹൽക്കിൻ്റെ കാലല്ലേ കണ്ടത്, ഇപ്പം നമ്മുടെ ഫേസ് കണ്ട് മേൽഭാഗത്താണ് ഇത് വന്നേക്കണത്. എന്താലേ അവ ഇത്രയും സ്പേസ് കാണാൻ അതൊക്കെ ഉണ്ടാക്കി വെക്കാൻ, അത് വെൽ മെയിൻറ്റെയിൻ ചെയ്യാനും ഭയങ്കര പാടായിരിക്കും. അടിപൊളിയല്ലേ. ബ്ലാക്ക് പാന്തർ കണ്ടു. ഇവരൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയം കഴിഞ്ഞപ്പോൾ നമുക്ക് ഒരു 3D ഫിലിം കാണാനായിട്ട് പോകേണ്ട വന്നു. അതായത് ഈ മാർവൽസിൻ്റെ ഒരു 3D ഫിലിം. അവിടെ നമുക്ക് ക്യാമറ അലൗഡ് അല്ലായിരുന്നു, അതുകൊണ്ട് നമുക്ക് അവിടെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അടിപൊളി ഒരു വിഷ്വൽ എഫക്റ്റ് ആയിരുന്നു അവിടെ. നല്ല അടിപൊളി. നമ്മുടെ അടുത്തോട്ട് വന്നതും പോലെ കസേര ഇളകും. അങ്ങനെ അവിടെ എന്തെങ്കിലും മഴ പെയ്യുമ്പോൾ അല്ലെങ്കിൽ വെള്ളം തെറിക്കണ പോലെ വരുമ്പോൾ നമ്മുടെ മേത്തേക്കും തെറിക്കണ പോലെയൊക്കെ നമുക്കത് ഫീൽ ചെയ്യും. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ കുറേ ഇതേപോലെ ഓരോരോ സ്ഥലത്തും ഇതേപോലെ ഓരോരോ വാക്സ് വെച്ചിട്ട് ഓരോ സ്കൾപ്ചേഴ്സ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതൊക്കെ നമ്മൾ ഓടി നടന്ന് കണ്ടു. നമ്മൾ വാക്സ് മ്യൂസിയം പോയി, അടിപൊളിയായിരുന്നു. ഇനി നമ്മൾ വന്നിരിക്കുന്ന അക്വേറിയം കാണാനാണ്. എൻ്റെ പിന്നെ ഈ വാക്സ് മ്യൂസിയം ഒരു രക്ഷയുണ്ടായില്ല. ഇനി അടുത്തത് നമ്മൾ അക്വേറിയത്തിൽ പോവാണ്. ഓക്കെ, നമുക്ക് അങ്ങോട്ട് പോവാം. നമ്മൾ ഉറങ്ങിപ്പോയി. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി അടുത്തത് പോയത് ഇതേപോലെ അക്വേറിയം കാണാനാണ്. ഇതിൻ്റെ പേരാണ് സീ ലൈഫ്. അങ്ങനെ നമ്മൾ ഇവിടെ എത്തി. ഇവിടെ തന്നെ കയറുമ്പോൾ തന്നെ ഒരു ചില്ലിൻ്റെ അടിയിൽ കൂടി നമുക്ക് ഷാർക്സിനെ കാണാൻ പറ്റുമായിരുന്നു. നമ്മൾ അതൊക്കെ കണ്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് നമ്മൾ അകത്തോട്ട് തന്നെ കയറിപ്പോയത്. പിന്നെ ഓരോ സൈഡിലും, അവിടുത്തെ സൈഡിലും ഇവിടുത്തെ സൈഡിലൊക്കെ ആയിട്ട് ഇങ്ങനെ ഓരോ നമ്മൾ കാണാത്ത ടൈപ്പ് പലതരം സാധനങ്ങളുണ്ടായിരുന്നു. പായലും പൂപ്പലും ഒക്കെ എന്നൊക്കെ പറയണത് പോലത്തെ കടലിൻ്റെ അടിയിലെ പല പല വെറൈറ്റി സാധനങ്ങളാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ക്യാമറയിൽ കൂടി കാണുമ്പോൾ എങ്ങനെയുണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷേ നേരിട്ട് കാണാൻ അടിപൊളിയായിരുന്നു. അടിപൊളിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു വേറെ ഒരു സീയുടെ ഉള്ളിലോട്ട് പോയ ഒരു അവസ്ഥയായിരുന്നു. ഇതിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റാത്ത കുറേ തരം സാധനങ്ങൾ, അതായത് ഞാൻ ആദ്യമായിട്ട് കാണുന്ന കുറേ തരം മീനുകളെയൊക്കെ ഞാനിന്ന് ഇവിടെ പോയപ്പോൾ കണ്ടിരുന്നു. ഇത് ചെറിയ ചെറിയ അക്വേറിയമാണെന്ന് വിചാരിക്കേണ്ട, പക്ഷേ കുറേ അക്വേറിയങ്ങളുണ്ട് ഇതിൻ്റെ ഉള്ളിൽ. അത് വലിയതുണ്ട്, ചെറുതുണ്ട്,
അങ്ങനെ പല ടൈപ്പ് സാധനങ്ങളുണ്ട്. ഭയങ്കര ഇഷ്ടപ്പെട്ടു എനിക്ക് ഈ സീ ലൈഫ്, അതായത് വെള്ളം, മീൻ അങ്ങനെയൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. പിന്നെ കൂടുതലായിട്ട് ഇവനെ മീനൊക്കെ കാണിച്ചു കൊടുക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ്. പക്ഷെ അവൻ ആദ്യം ഉറങ്ങിപ്പോയി. പക്ഷെ പകുതി എത്തിയപ്പോൾ അവൻ എണീറ്റ്. പക്ഷെ എന്നാലും അടിപൊളിയായിരുന്നു. അവനും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കണ്ടോ ഈ മീനുകളൊക്കെ ഇങ്ങനെ പോണത് കണ്ടുകൊണ്ടിരിക്കാൻ നമ്മൾ അവിടെ തന്നെ ഇങ്ങനെ നോക്കി നിന്ന് പോകും. അങ്ങനെയായിരുന്നു അതിൻ്റെ ഉള്ളിൽ. അടിപൊളി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര പീസ് ഓഫ് മൈൻഡ് എന്നൊക്കെ പറയില്ലേ, അങ്ങനെയായിരിക്കും. നമ്മൾ ഒന്നിനെ പറ്റിയും ബോധരല്ല, ഒന്നിനെ പറ്റി ആലോചിക്കില്ല. ഇങ്ങനെ നമ്മൾ വെറുതെ ആ വെള്ളത്തിൻ്റെ ഉള്ളിലോട്ട് ഈ മീനുകളൊക്കെ ഇങ്ങനെ പോണത് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. അവനെ എണീച്ചിട്ട് ഓരോ മീനിനെയും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. ഇതെന്താ സംഭവം എന്നറിയാണ്ട്. കണ്ടോ ഈ മീനൊക്കെ നോക്കി. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഇങ്ങനത്തെയൊക്കെ മീനിനെ. ഇതൊക്കെ കടലിൻ്റെ അടിയിലുള്ള മീനുകളാ. ഇത്രയും മീനുകളൊക്കെ ഇങ്ങനെ അടുത്ത് കാണാൻ പറ്റുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചതല്ല കേട്ടോ. ഭയങ്കര ഇഷ്ടപ്പെട്ടു എനിക്ക്. പിന്നെ ഞാൻ കണ്ടത് വെറൈറ്റീസ് ഓഫ് ഈ ജെല്ലി ഫിഷുകളാണ്. എൻ്റെ പിന്നെ എന്ത് രസമായിരുന്നു എന്നറിയാമോ. അതുങ്ങളിങ്ങനെ കണ്ടോണ്ട് നിൽക്കാൻ തന്നെ ഒരു പ്രത്യേക ഇങ്ങനെ പറയാ. എന്തൊരു മനോഹരമായ ഒരു വിഷ്വൽസ് ആയിരുന്നു എന്നറിയാമോ ആ ഒരു സമയത്ത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈ ജെല്ലി ഫിഷിനെയൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നത്. വലുതും ചെറുതൊക്കെ ഉണ്ട്. എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ട് നേരിട്ട് കാണുന്നതാണ് പെൻഗ്വിൻസിന്. എന്തൊരു ഫീലായിരുന്നു എന്നറിയാമോ. മനസ്സിന് ഭയങ്കര ഹാപ്പിനെസ് എന്നൊരു സീനായിരുന്നു അത്. അവിടെ നിന്ന് നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോയി, ഷേർട്സ് അഡ്വെഞ്ചർ. അടുത്ത നമ്മൾ ഷേർട്സിന്റെ അഡ്വെഞ്ചറിലേക്കാണ് വന്നേക്കണത്. അപ്പം നമുക്ക് അടുത്ത സ്ഥലം നമ്മളെത്തി. ഇപ്പം കണ്ടു വന്ന 2 സ്ഥലങ്ങളും അടിപൊളിയായിരുന്നു. ഇനിയിപ്പോൾ നമ്മൾ 3ാമത്തെ സ്ഥലത്തെത്തി. എന്നൊരു ബിസി ഡേ ആണ്. ലണ്ടൻ എക്സ്പ്ലോറേഷൻ ആണ് ഫുള്ള്. അപ്പോൾ നമുക്ക് അടുത്ത സ്ഥലത്തോട്ട് പോവാം. ഓക്കെ, മുമ്പത്തെ 2 സ്ഥലങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടെങ്കിലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഈ ഒരു അഡ്വഞ്ചറായിരുന്നു. ഒന്നും പറയാനില്ല. In a few minutes, we'll be departing the departure gate and departing down the departure gallery, where we'll enter the magical bus depot. And guess what? Managing Director Donkey. So if I can have your full attention, please, for Donkey's security and അതിൻ്റെ ഉള്ളിൽ ക്യാമറ അലൗഡ് അല്ലെന്നേ, അതുകൊണ്ട് എനിക്ക് ഒന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല. അടിപൊളിയായിരുന്നു. അതിൻ്റെ വിഷമങ്ങളൊക്കെ ഞാൻ തിരിച്ചു വന്നിട്ടതേ എൻ്റെ പാണ്ടയുടെ മേത്തങ്ങൾ തീർത്ത്. അതോടുകൂടി സന്തോഷം, സമാധാനം. അടിപൊളി ട്രിപ്പായിരുന്നു, അടിപൊളി അഡ്വഞ്ചറായിരുന്നു അത്. ഹലോ, അങ്ങനെ ഞങ്ങൾ തിരിച്ചല്ല, നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിൽ പോവാണ്. അടുത്ത ഡെസ്റ്റിനേഷൻ ഏതാണെന്ന് നിങ്ങൾക്കറിയാമോ? കാണിച്ചു തരാം. ലണ്ടനായിലാണ് നമ്മൾ അടുത്ത ലൊക്കേഷൻ വന്നത്. എന്ത് ഹ്യൂജാന്നറിയാമോ.
നമ്മുടെ എൻ്റെ പൊന്നെ ഭയങ്കര ഹൈറ്റ് ഉണ്ട് ഇതിൽ നമ്മൾ കയറണ്ട്. അതാണ് ഇന്നത്തെ അടുത്ത ഡെസ്റ്റിനേഷൻ. ലണ്ടൻ ഐ കയറാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഞാൻ. പക്ഷേ ലണ്ടൻ ഐയിൽ കയറുമ്പോൾ ഉണ്ടായ എക്സൈറ്റ്മെൻറ്റ് എനിക്ക് ഇറങ്ങുമ്പോൾ ഉണ്ടായില്ല. കാരണം ഭയങ്കര അടിപൊളി എന്ന് പറയാൻ എനിക്ക് തോന്നിച്ചില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര വെയിലായിരുന്നു. വെയിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ തല മേളിൽ വന്ന് നിൽക്കണ മാതിരിയായിരുന്നു വെയിൽ. അതുകൊണ്ട് എനിക്കങ്ങനെ ഭയങ്കരമായിട്ട് ആസ്വദിക്കാൻ പറ്റിയില്ല. പക്ഷേ വ്യൂ ഒക്കെ അടിപൊളിയായിരുന്നു, എനിക്കിഷ്ടപ്പെട്ടു. ഹലോ, ഞങ്ങളിപ്പോൾ തിരിച്ചതേ ഇപ്പോൾ വന്ന് കയറിയുള്ളൂ. ഐമൂസ് കിടന്ന് ഉറങ്ങി. ഇനിയിപ്പോൾ നമുക്ക് ഡ്രസ്സ് മാറി മേലൊക്കെ കഴുകി ഇനി ഫുഡ് കഴിക്കാം. ഫുഡ് ജസ്റ്റ് പുറത്തുനിന്ന് ഓർഡർ ചെയ്തേക്കാം. ഇനി വയ്യ, നമുക്ക് ട്രാവൽ ഇതിപ്പോൾ രാവിലെ തുടങ്ങിയതാണ്. രാവിലെ തുടങ്ങിയിട്ട് ഓരോ സ്ഥലത്ത് പോയി വീട്ടിലെത്തിയത് എത്ര മണിക്കപ്പോൾ 9-9:30 മണിയായി എത്തിയിട്ട്. ഇനിയിപ്പോൾ പുറത്ത് പോയി ഫുഡ് കഴിക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് വേഗം വീട്ടിൽ വന്നു ഫുഡ് ഓർഡർ ചെയ്തു. ഞാൻ ഇനി മേലേക്ക് ഫുഡ് കഴിച്ച് കിടക്കട്ടെ. അപ്പോൾ അതാണ് ഇന്നത്തെ വ്ലോഗ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. അത്രേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ.